ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ടോ. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇരുന്നിരുന്നാണ് ഞാനൊന്ന് പോയത്. അപ്പോൾ ആക്ച്വലി എനിക്കവിടെ തിരുവാതിര ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. തിരുവാതിരയുടെ പ്രാക്ടീസായിട്ടൊക്കെ ഞാൻ പോയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2 ദിവസം നിൽക്കാൻ പറ്റി. അപ്പം വെക്കേഷനായിരുന്നു മോൻ്റെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീട്ടിൽ പോകാമെന്ന് വയ്ക്കും. അപ്പം വീട്ടിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈമാണ് ഈ മോർണിംഗ് ഒരു 7 o'clock കഴിഞ്ഞിട്ടുള്ള ടൈമും പിന്നെ ഈവനിങ്ങിലെ ടൈമും. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലൈമറ്റും ഒരു കാറ്റും ചെറിയ വെയിലും നല്ല രസമാണ് കേട്ടോ. ആ ടൈമിൽ ഈ പുറത്തിങ്ങനെ നടക്കാനായിട്ട് പണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ നമ്മൾ നടക്കും. പക്ഷേ കല്യാണത്തിന് മുമ്പ് അധികം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ അങ്ങനെ നടക്കാനേ അങ്ങനെ പോയിട്ടില്ല. വീട്ടിലെ ഫ്രണ്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത്രയും ഒന്നും നമ്മളങ്ങനെ ചെയ്യില്ല. പൊതുവേ മാരീഡായിട്ടുള്ള പോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ രാവിലെ എണീച്ച് വെറുതെ റൗണ്ടൊക്കെ ചെയ്തു. അവൻ അമ്മയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നോർമലി 2 അപ്പമൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ അമ്മയുടെ അപ്പമാണെങ്കിൽ 3-4 പോകാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടേക്ക് നടന്നിട്ട് പിന്നെ ഞാൻ മുകളിൽ പോയി. മുകളിൽ എൻ്റെ റെക്കോർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു 9th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള റെക്കോർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ എടുത്ത് നോക്കും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഇങ്ങനെ നോക്കും. പഴയതൊക്കെ ഇങ്ങനെ അയവർക്കും. നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മൾ എഴുതുന്ന നമ്മുടെ റെക്കോർഡാണല്ലോ. ആ റെക്കോർഡൊക്കെ നോക്കി ഇങ്ങനെ ചുമ്മാ സമയമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ലഞ്ച് കഴിക്കാൻ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പൊതിച്ചോറാക്കിയാലോ, സ്പെഷ്യലാണല്ലോ. അപ്പോൾ പൊതിച്ചോറ് എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് അമ്മയുടെ പൊതിച്ചോറ്. അതും എനിക്ക് ഒരുപാട് കറിയൊന്നും ഇഷ്ടമല്ല. ചമ്മന്തി, തോരൻ, മെഴുക്ക് വരട്ടി, മുട്ട, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു സ്കൂളിൽ കോളേജിലൊക്കെ നമ്മളങ്ങനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചത് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ പൊതിച്ചോറ് ഫേവറായിട്ടുള്ള ഒരാളാണ് എൻ്റെ അമ്പുകുട്ടൻ. അവൻ എൻ്റെ കൂട്ട് തന്നെ ഇങ്ങനെ ചമ്മന്തി ചോറൊക്കെ ഭയങ്കര ഇഷ്ടം. ചിക്കനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എങ്കിലും ചമ്മന്തി ചോറൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മെഴുക്ക് വരട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒത്തിരി എരിവില്ലാത്ത ഭക്ഷണമാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് കാണുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ്, എനിക്ക് ആ ടേസ്റ്റ് ഇങ്ങനെ നാവിലിങ്ങനെ വരുമായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. റെസ്റ്റാണ്. അപ്പോൾ അവിടെയൊക്കെ നടന്നു. അമ്മയടുത്തൊക്കെ ഒരു കാര്യം പറഞ്ഞ് അവിടെയൊക്കെ ഇരുന്നു. കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഞാൻ അച്ഛനടുത്ത് ഇങ്ങനെ പറയാറുണ്ട് എപ്പോഴും എനിക്കിങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണം. മീൻസ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ലൈസൻസ് ഉള്ള ആളാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഓടിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ സ്ഥിരമുള്ള എക്സ്ക്യൂസസ് എന്ന് വെച്ചാൽ കൈ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം ഞാനിങ്ങനെ അച്ഛനടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഗിയറുള്ള വണ്ടി ഓടിക്കാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്നാൽ വാ പോവാം. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ആശാനുണ്ട്, ജ്യോതിഷ് എന്നാണ് പേര്. അപ്പോൾ ജ്യോതിഷേട്ടൻ പറഞ്ഞിട്ട് ജ്യോതിഷേൻ്റെ വണ്ടിയിലൊന്ന് ഓടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജ്യോതിഷേട്ടൻ അച്ഛൻ അഷുറൻസ് കൊടുത്തു ഇവളുടെ കയ്യിൽ വണ്ടി കൊടുക്കാൻ കുഴപ്പമില്ല, ഇവൾ ഓടിക്കും, വലിയ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഓടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നീ വാ ഞാൻ ഇരിക്കാം. അങ്ങനെ എൻ്റെ കൂടെ അമ്പുകുട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്തിരുന്ന അമ്മയ്ക്ക് കാലത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് വീഡിയോ എടുക്കും, വണ്ടി നിർത്തും, വീഡിയോ എടുക്കും, വണ്ടി നിർത്തും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ ഒരു ബ്രേക്ക് വന്നപ്പോൾ അതൊരു വല്ലാത്ത ബ്രേക്കായിപ്പോയി. ആ ബ്രേക്കിന് ശേഷം ഞാൻ വണ്ടി ഓടിക്കാറില്ല. പിന്നെ ഇപ്പോൾ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ട് വണ്ടി നമ്മൾ അന്ന് നമുക്ക് അത്ര സീരിയസ്നെസ്സും ഇല്ല. പിന്നെ നമ്മൾ വീട്ടിൽ ഓടിക്കാൻ ആളും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് അത്ര സീരിയസ് അല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വണ്ടി ഇപ്പോൾ ഞാൻ പോകുന്ന വെച്ചാൽ പെട്രോളൊക്കെ അടിച്ചിട്ട് വരും അങ്ങനെ തന്നെ. പക്ഷേ എങ്കിലും കൂടുതൽ ആൾ വേണം. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തൊരു സിറ്റുവേഷൻ കൊണ്ടുപോകാനുള്ളൊരു മെടുക്കൊന്നും എനിക്കിപ്പോഴും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി ഓടിക്കാൻ പോയിട്ട് ഇതൊക്കെ അമ്മ വീഡിയോ എടുത്ത് തന്നു. പിന്നെ വണ്ടിയുടെ അകത്ത് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ മസ്റ്റാണല്ലോ, അത് അച്ഛനെ കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ വണ്ടി ശ്രദ്ധിക്കണം, ഞാൻ വീഡിയോ എടുത്ത് തരുമ്പോൾ നീ ശ്രദ്ധിക്കുക വണ്ടി എന്നുള്ള ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അച്ഛനടുത്ത് പറഞ്ഞു അച്ഛൻ ഒന്ന് വീഡിയോ എടുത്താണ്. അച്ഛനെനിക്ക് വീഡിയോ എടുത്ത് തന്നു. കുറച്ച് ദൂരം മാത്രമേ ഞങ്ങൾ വീഡിയോ എടുത്തുള്ളൂ, ബാക്കി പിന്നെ അച്ഛനെ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ എനിക്കാണല്ലോ അച്ഛൻ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ ഒരു ധൈര്യം. പിന്നെ ഞങ്ങളൊരു പെട്രോളൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ഒരു മാക്സിമം ഒരു 5 kilometers ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് പെട്രോൾ പമ്പിൽ കയറിയൊക്കെ വരുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത്രയോ ടൈമേ നമ്മൾ എടുത്തിട്ടുള്ളൂ വണ്ടി. പിന്നെ ഇപ്പം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറ്റണമല്ലോ, അപ്പോൾ ഹാഫ് ക്ലച്ചൊക്കെ വേണമല്ലോ. അപ്പോൾ ഹാഫ് ക്ലച്ചൊക്കെയാണ് ഞാൻ കൂടുതലിപ്പം പഠിക്കാനായിട്ട് നോക്കുന്നത്.
പിന്നെ എനിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഈ സൈസ് റോഡിൽ കൂടെ ഹാൻഡിൽ ചെയ്യുക, ലെഫ്റ്റ് സൈഡ് അങ്ങനത്തെ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. പിന്നെ നോർമലി എല്ലാവർക്കും ഉള്ള പോലത്തെ പ്രോബ്ലംസൊക്കെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ മീൻസ് വൈകുന്നേരം ടൈമായി. പിന്നെ ആ ടൈമിൽ ഈ എൻ്റെ വീടിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടൈം നല്ല തണലൊക്കെ, ചെറിയൊരു വെയിലും വലിയ വെയിലുണ്ടാവില്ല, ഒരു അങ്ങനത്തെ വെയിലാണ്. പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും. അങ്ങനെ പിന്നെ അമ്മ പൂ പറിക്കാനൊക്കെ പോകും. അമ്മ നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ അമ്മ പൂ കൊടുക്കും. നമ്മുടെ വീട്ടിൽ പിടിച്ച പൂവൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അമ്മ അത് പിച്ചുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ മറ്റേ പഴംപൊരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വിളക്കത്തിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ടൈമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഈ ഒരു സമയം. അവരൊക്കെ എപ്പോഴും പറയാറുണ്ട്. അമ്പുകുട്ടനാണെങ്കിൽ നടന്നൊക്കെ തൊഴുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കൂവളത്തറയുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് അവിടെ പോയി വിളക്ക് കത്തിച്ച് തൊഴണം. അപ്പോൾ അങ്ങനെയുള്ളൂ. അങ്ങനെ എൻ്റെ ദിവസം പോയി. ബൈ ഫ്രണ്ട്സ്.